ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെ സ്വിറ്റ്സർലൻഡിൽ വരാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കമൻറ്റ് വന്നു, ഇവിടെയുള്ള സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിലുള്ള സ്കോളർഷിപ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, സ്കോളർഷിപ്പ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നമ്മളിവിടുത്തെ ലിവിങ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ കോളേജിലുള്ള ട്യൂഷൻ ഫീസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. കാരണം ഒരു 500 to 2000 CHFിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് അത്രയ്ക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അലോ ചെയ്തിരിക്കുന്നത് 15 hours per വീക്കാണ് ഒരു സ്റ്റുഡൻറ്റിന് സ്വിറ്റ്സർലൻഡിൽ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ലിവിങ് കോസ്റ്റ് കണ്ടെത്താൻ സാധിക്കും, തീർച്ചയായിട്ടും പറ്റും. അപ്പം നമുക്കിങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ക്യാൻറ്റോൺസിലും വേറെ വേറെ നിയമങ്ങളാണ് കേട്ടോ ഉള്ളത്. അതിൽ മിക്കവാറും എല്ലാ ക്യാൻറ്റോൺസിലും 6 months നമ്മൾ വന്നു കഴിഞ്ഞ് 6 months വരെ നമ്മൾ കോളേജിൽ പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് പെർമിഷൻ തരുന്നത്. ഒരു 6 months വെച്ച് നമ്മളിവിടുത്തെ കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ആവണം, പുതിയ രാജ്യം, അപ്പോൾ നമ്മളിങ്ങനെ പുതിയ ലാംഗ്വേജ്, അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡീസിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരാനുള്ള സമയമാണ് ഒരു 6 months. അപ്പോൾ 6 months പീരീഡ് വരെ വർക്ക് ചെയ്യാൻ മിക്ക ക്യാൻറ്റോൺസിലും നമുക്ക് പെർമിഷൻ ഇല്ല. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സ്കോളർഷിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്കോളർഷിപ്സിനും ഓരോ ബെനിഫിറ്റ് ആണ് കേട്ടോ. ചില സ്കോളർഷിപ്സിൽ ട്യൂഷൻ ഫീ വേവർ ആയിട്ടാണ് വരുന്നത്, ചിലതാണെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്കോളർഷിപ്സും വേറെ വേറെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കിനി ഏതൊക്കെയാണ് ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള സ്കോളർഷിപ്സ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സ്വിസ് ഗവൺമെൻറ് എക്സലൻസ് സ്കോളർഷിപ്സ് ആണ് കേട്ടോ. സ്കോളർഷിപ്പാണ് ഇത്. റിസർച്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്വിസ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഇത് മാസ്റ്റേഴ്സ്, ഡോക്ടറൽ, പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസിനൊക്കെ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങനെ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ട്, അതുപോലെ ഹൗസിംഗ് അലവൻസ്, ട്യൂഷൻ ഫീ വേവർ ഉണ്ട്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതെല്ലാം ഈ സ്കോളർഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിസ് ഗവൺമെൻറ് എക്സലൻസ് സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്കിതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എക്സലൻസ് സ്കോളർഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം. ഇതും മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? അപ്പോൾ ഇത് ETH സുറിക്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വേൾഡിലെ ടോപ്പ് 10 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ETH സുറിക്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫുൾ ട്യൂഷൻ ഫീ, അതുപോലെ തന്നെ ഒരു സ്റ്റൈപ്പൻഡ് അപ് ടു 12,000 CHF പെർ സെം, ഇത്രയും നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതും ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്, എക്സലൻസ് സ്കോളർഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം. ഇനി മൂന്നാമതായിട്ട് വരുന്ന സ്കോളർഷിപ്പാണ് ആൽഫ്രഡ് വെർണർ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ്. ഇതും മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് എന്താണ്, ടോപ്പ് 10% വരുന്ന കുട്ടികൾക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് കേട്ടോ ഇത്. മാസ്റ്റേഴ്സിൽ തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിൽ അത്രയും ഹൈ അക്കാദമിക് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്കോളർഷിപ്സിനും ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഭയങ്കര ടോപ്പായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണിത്. ടോപ്പ് 10% നിൽക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് 30,000 CHF ഒരു 2 വർഷത്തേക്ക് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഈ സ്കോളർഷിപ്പിൻ്റെ ബെനിഫിറ്റ്. അതിൻ്റെ പേര് ആൽഫ്രഡ് വെർണർ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ്. ഇനി അടുത്തത് നാലാമത്തെ സ്കോളർഷിപ്പ് എക്സലൻസ് സ്കോളർഷിപ്പ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് സെയിൻറ്റ് ഗാലൻ. അപ്പോൾ ഇതൊരു ബാച്ചിലേഴ്സ്
സ്കോളർഷിപ്പാണ്. ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബാക്കിയെല്ലാം മാസ്റ്റേഴ്സ്, ഡോക്ടറലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ബാച്ചിലേഴ്സ് സ്കോളർഷിപ്പാണ് ഈ സെൻറ്റ് ഗാലനിലുള്ള സ്കോളർഷിപ്പ്. അപ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്യൂഷൻ വേവേഴ്സ് ഫോർ 6 സെമിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ അത് ഏകദേശം ഒരു 18,000 CHF ആണ് വരുന്നത്. അപ്പോൾ ഇതും കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ കിട്ടാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഇതാണ് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം. അപ്പോൾ ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും വളരെ ഉപകാരമായിരിക്കും അല്ലേ. അടുത്ത സ്കോളർഷിപ്പ് അഞ്ചാമത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് UBS സെൻറ്റർ സ്കോളർഷിപ്പ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് സുറിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ സ്കോളർഷിപ്പ്. അപ്പോൾ ഇത് ഡോക്ടറൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് കേട്ടോ ഇത്. ഇതൊരു യൂണിവേഴ്സിറ്റി ഓഫ് സുറിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് അതിലേക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് ഈ UBS സെൻറ്റർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ 42,000 CHF പെർ ഇയർ വിത്ത് ഫുൾ ട്യൂഷൻ വേവർ. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തത്. ഇനി 6th വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലൊസാൻ. അതും മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് വരുന്ന ബെനിഫിറ്റ്സ് ട്യൂഷൻ ഫീ വേവർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് കോസ്റ്റ് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നെസ്ലയുടെ ഒരു MBA പ്രോഗ്രാം ഉണ്ട്. നെസ്ലെ MBA സ്കോളർഷിപ്പ് ഉണ്ട് കേട്ടോ. അത് വുമൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്കോളർഷിപ്പാണ് നെസ്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സ്വിസ് ഫോറം ഫോർ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. അപ്പോൾ ഇത്രയാണ് മെയിൻ സ്കോളർഷിപ്സ് ഇവിടെ ഉള്ളത്. ഇത് കൂടാണ്ട് തന്നെ വേറെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള സ്കോളർഷിപ്സ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള സ്കോളർഷിപ്സുകളും നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടുക എന്ന് മാത്രമാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യവും അതുപോലെ തന്നെ എങ്ങനെ ജോബ് വിസ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.